താൻ പോയില്ലേ? ഇല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോവാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിപ്പ് ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ മോനെ അത് ഡേസീനല്ലേ? അതിന് ലൈറ്റ്സ് ഒക്കെ വേണോ? നമുക്ക് ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് സർ സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ്. ചാൻസലറാണോ? എന്താ അഭിനയ മോഹിയാണെന്ന്. ഒരു കാര്യം ഞങ്ങൾ മാറിയിരിക്കും, എന്തെങ്കിലും പറയാം കേട്ടാ. ഓക്കെ ഷേക്കേ, ഒന്ന് വന്നാടാ. എടാ, ഈ നിക്കണവനെ ഒരു അഭിനയ മോഹിയാണ്. നമ്മുടെ ഈ സീനില്ലേ എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടേക്കാണ്. കയ്യില് അവന്റെ കയ്യിലെ വേഗം കൊടുത്താ പോരെ? ഇതാകണം അങ്ങനത്തെ കല്യാണം വേണ്ടി കൊടുക്കണത്. വല്ല ചക്കക്കൊലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ, ജീനോട് പറയാം, സെറ്റാക്കി വെച്ചോ. ശരി ശരിയാ സർ. റെഡിയാണ് സാർ, റെഡിയാണ്, റെഡി, പാസിംഗ് റെഡി. എടാ ആരെങ്കിലും പെട്ടെന്ന് റെഡി 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 സാർ, പാസിംഗ് റെഡി. എവിടെ നോട്ടാ, നേരെ സർ, ഇപ്പൊ എന്താ ഡയലോഗ് പറയണ്ടേ? ഡയലോഗ് ഒന്നുമില്ല, ഇത് ചുമ്മാ പാസിംഗ് സീനാണ്. നിനക്ക് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഈ ഫോൺ വഴി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഫോൺ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു. പക്ഷേ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നടന്നങ്ങൾ പോയാൽ മതി. പ്ലീസ് സർ, ഒരു ഡയലോഗ് ഒന്ന് പോണെന്ന്. നോക്കടാ, ശ്രദ്ധിക്കടാ. വണ്ടി ബാക്ക് എടുത്തോ. നടക്കോ. സിനിമക്ക് പറഞ്ഞുള്ള സംഭവ പുത്തം BMW കൊണ്ടുവന്നാലും ടേക്ക് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാതെ അത് വരൂല. നമുക്ക് അടുത്ത ശ്രീനേണ്ട സെക്ഷനിലേക്ക് പിന്നെ വരാത്. എടാ ക്യാമറ ഇട്ട് അപ്പുറത്തേക്ക് എടുത്തോ. നടന്നിതിനെ വേണം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒരു പാസിംഗ് കൂടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാം. ശ്രീനേണ്ടയിലേക്ക് പോവാ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോകണം, എപ്പോൾ പോകണമെന്ന്. പിന്നെ കിടന്ന് കുട്ടികളിച്ചോണ്ടിരിക്കണേ നീ. സർ, ഇപ്പൊ ഈ വേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊന്ന് പേടിച്ചിട്ടാ. അത് നിനക്ക് ഡയലോഗ് ഇല്ലാത്തതിന്റെ ഇരുന്നാ അത് നീ എടുത്ത് ആദ്യം പറയണ്ടടാ. ആസിഫലിയുടെ റോൾ ഉണ്ടായില്ല, അത് ഞാൻ നിനക്ക് എടുത്ത് തരൂലേ. സർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി നിന്നെ മേലോടെ കണ്ടുവരുത്തും. മലയാള സിനിമ ഞാൻ കാണിക്കൂല. സാറിന്റെ ഷർട്ടും ജീൻസ് അതൊക്കെ കോസ്റ്റ്യൂം എടുത്താ മേടിച്ചിട്ട് പോവാ. നിതിനെ, ആ വന്നാബി സീൻ കൊണ്ടുവരാൻ. ആ കോസ്റ്റ്യൂമിൽ ആരെങ്കിലും ഉണ്ടാവൂടാ? സാറേ, ഈ കോസ്റ്റ്യൂമിന്റെ അടുത്തുണ്ടാവും. ഇവിടെ പറഞ്ഞാടാ, കുഴപ്പമില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നന്നായിട്ട് വരും. നീ ഉണ്ടാവില്ലേ? കാണാൻ പറ്റുമെങ്കിൽ നോക്കിയിട്ടാണ്. കണ്ണാണോ മേലോട് തനിക്ക്? അല്ല, കൊല. എവിടുന്ന് വലിയ വരുന്നതാണോ അതൊക്കെ? നീ അവിടെ പോയി കിടക്കാണ്. അവിടെ പഴക്കമില്ലാതെ മനുഷ്യൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട്. ചേട്ടാ, എന്റെ ഷർട്ട്. ഷർട്ടില്ലാത്ത പഴക്കലും കൊണ്ടാണ് പോവാ. എന്താ ഷൂട്ടില്ലേ? ഇല്ല, ചേച്ചിയുടെ ശ്രീനേടിന്റെ ചെറിയൊരു ഷോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലടാ, കോമ്പിനേഷൻ. അതെ മോനെ, കാലത്ത് 7:30 മണിക്കൂടെ കൂടി എടുത്തേക്കാണ് മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പോ മണി എത്രയെന്ന് അറിയാമോ? ആ ജീനോടൊന്ന് പറ വേഗം എടുക്കാനായിട്ട്. ഞാൻ പറയാം. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം പ്രശ്നം ഉണ്ടാക്കണം. ലോകത്തിലെ ആകെയുള്ള ജീവികൾ സിനിമക്കാരത്ര ഉണ്ടാവുള്ളല്ലേ. ശരിക്കും പണിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് പണിയില്ല വെറുതെ ഇരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാവരും ഹാപ്പി ആയിരിക്കും. അതൊന്നല്ല, വേറൊരു ടീം കൂടി ഉണ്ട്. വെറുതെ ഇരുപോട്ടെ, പെണ്ണുങ്ങളൊക്കെ പെണ്ണാണ്. എന്തത്ര സംശയം? വല്ലപ്പോഴൊക്കെ കൺസിഡർ ചെയ്യും. ഇതുവരെ പോയില്ലേ സാർ, എന്റെ ഡ്രസ്സും ബാഗും ഒക്കെ. ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം റൂമിൽ കാണും. ഞാൻ അതിന്റെ പേര് പറഞ്ഞു ഇവിടെ ചുറ്റി കളിക്കാൻ നോക്കണ്ട. പെട്ടെന്ന് പോകാൻ നോക്ക് കേട്ടാ. എന്താ ഇതിനത്? ഏയ്, രാവിലെ തന്നെ പണി എന്നിട്ടിരിക്കണേ. പാസിങ്ങിന് എടുത്തിട്ടേ അവന് ടേക്കിന് പോകാൻ പറ്റൂലെന്ന്. അഭിനയിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണേ. ഡയലോഗ് ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അഭിനയിപ്പിച്ചു നോക്കിയല്ല. എന്താണ് മച്ചൻ, എന്തായാലും പണിയൊന്നും ആർക്കും പണി കൊടുക്കെങ്കിലും ചെയ്യാനാ. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടയാറാ? ഓ, നമ്മുടെ രജനീകാന്തൊക്കെ പഠിച്ച സ്ഥലമല്ലേ. അഭിനയിക്കാനൊക്കെ അറിയോ? പുലിമുരുക്കം കണ്ട? കണ്ടു, 3 പ്രാവശ്യം കണ്ടോ? അമ്മോ, ലാലേട്ടന്റെ കട്ട ഫാനാണ്. അവിടെ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് പുലിമുരുകനില് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സീനില്ലേ, കണ്ട പണം കണ്ട? ആ സാധനം ഒന്ന് കാണിച്ചു നോക്കട്ടെ. നല്ല സ്റ്റൈലായിട്ടിരിക്കണം. മുണ്ടൊക്കെ മടക്കി കുത്തിക്കും. ഏതാന്ന് മനസ്സിലായി? പോസ്റ്ററിലുള്ളത്. അതെ, ഭാവനക്ക് ഇഷ്ടപ്പെട്ട ഓക്കെയാണ്. കാണിക്കട്ടെ. അയ്യേ, ഇതല്ല ബാലു, ഒന്ന് കാണിച്ചു കൊടുത്തത്. കണ്ടാ കണ്ടാ കണ്ടാ, കൈ കുത്തിക്കണ ദൂരതാണ്ടാ. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ ഹനുമാന്റെ മല മേടിച്ചോ കേറ്റി കുത്തങ്ങട്. അയ്യേ, ഇതെന്നിട്ട് അത് പട്ടിമുള്ളായിരിക്കണം. നോക്കി ഭാവന. അതെ മോനെ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. ഇവരൊക്കെ ശരി, വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട്. ഭയങ്കര ഘോരവനം. ഘോരവനത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാൾ. നടന്നു വരുമ്പോ
കാട്ടിയാദിക്കാര് കുത്തിക്കൊല്ലും. കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ വരെ ചെയ്താൽ ഇത്രേ കുത്തുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആള് ലോകത്തുണ്ടാവില്ല ഈ ബാബുരാജ്. ആ ചെയ്യുവാണെങ്കിൽ സിൻസിയർ ആയിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചെയ്യും. ഇല്ലില്ല. പോട്ടെ 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 അങ്ങാറ്റത്ത് അങ്ങാറ്റം. നല്ല കാടാണ്ടത് ആ സീനാണ് പിടിച്ചോ. അയ്യോ വെളിച്ചെണ്ണ പാത്രത്തിൽ പോണ്ട. ക്യാമറ റോളേ. വള്ളി 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 റോളിത് വള്ളി തപ്പി മാറ്റി തടഞ്ഞു. ചാടി വീഴാമോ? രണ്ട് കരടി, രണ്ട് ചട്ടി. അപ്പുറത്തെ side. ആ കുത്തുവാണ്. ഇവൻ കട്ട് പറഞ്ഞ ആള് ദൈവമേ. എടാ മോനെ, ഞാൻ പറഞ്ഞല്ലേ തമാശ കളിക്കല്. ഇവൻ ആള് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനെങ്ങനെ വീഴാൻ പോണേ? ആക്ടിംഗ് അല്ലേ? ഓ അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കണില്ലാന്ന് തോന്നുന്നു. ഷാജേട്ടാ ഇവിടെ കുറച്ച് നാരങ്ങ വീണ്ടുണ്ടാ ഒന്ന് എടുത്തു വെച്ചേക്ക്. എടാ ഇങ്ങനെയൊക്കെയാണ് വിശ്രമവേളകൾ ആനന്ദകരമാണ്. ഹലോ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. സിനിമയിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ആർട്ട്, കോസ്റ്റ്യൂംസ്, അങ്ങനെ ഏതിലെങ്കിലും കയറിപ്പറ്റി ലൊക്കേഷനിൽ പിടിച്ചിക്കാൻ പറ്റണം. എന്തും സഹിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണം. എന്നാലേ ലൈം ലൈറ്റിൽ വരാൻ പറ്റും. നല്ല ബെസ്റ്റ് സമയം. ലൈം ലൈറ്റിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോയി. കൊള്ളാം. ലൈറ്റ്സ് വിളിച്ചായിട്ടില്ലടാ ലൈറ്റ്സ്. ആ ബെസ്റ്റ് ജീനെ, അത് നമ്മുടെ സെറ്റപ്പ് അല്ല. അത് ആർട്ടുകാർ പുറത്തുനിന്ന് ഇലക്ട്രീഷ്യനാന്നാ പറയണത്. ആളെ കാണാനില്ലെന്നും പറയുന്നുണ്ട്. കാണാനില്ല ഇതെന്താണ് ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരൊക്കെയാണ് തേപ്പിക്കുന്നത്. നമ്മുടെ ഇലക്ട്രീഷ്യൻ നമ്മുടെ ആളുണ്ട്. ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറയാം. ഇവിടെ ചീനോ ഇവിടെ നമ്മുടെ ജനറേറ്ററിൽ കൂടെ താങ്ങോ വന്നല്ല. എന്താണിതും ശരിയാക്കണത്? ജീനെ ലൈറ്റിന് ഇഷ്ടപ്പെടാത്ത ആരോ വന്നിട്ടുണ്ടാ. അതാണ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കിട്ട് പോണത്. നീ ഇവന്മാരൊക്കെ വെറുതെ. ഞാനൊന്ന് നോക്കിക്കോട്ടെ. നീ ഏതാ? വിഷ്ണു പ്രസാദ്. വിഷ്ണു എന്ന് വിളിക്കും. ആര് വിളിക്കും? ഫ്രണ്ട്സ് എല്ലാരും. ഇവിടെ എന്താ പരിപാടി? ഞാൻ അഭിനയിക്കാൻ വന്നതാണ് സാർ. ആ എടാ അതിന് നിനക്ക് ഈ ഇലക്ട്രിക്കൽ പണിയൊക്കെ അറിയാവോ? ആ ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസ്സായ സാർ. അപ്പൊ അഭിനയിക്കും. നല്ല ഷോക്കിംഗ് എക്സ്പ്രഷൻ ആയിരിക്കും. എന്തിനാ എടാ നീ ഒന്ന് നോക്കടാ, പറ്റുമെങ്കിൽ ചെയ്. വർക്ക് ലൈറ്റ് വേണം ഓടിച്ചല്ലേ. ഒരു പരിപാടി നടക്കൂല. എല്ലാ സിനിമ ഇങ്ങനെയാണ് മാങ്ങാത്തിരി. ചേട്ടാ ഞാൻ നോക്കിക്കോട്ടെ. ആരെയോ ഡേറ്റ് മാത്രം കിട്ടിയാ പോരല്ലോ. അവനോട്ടാ സുരേഷന്റെ ഡേറ്റും കൂടി നോക്കണ്ടേ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത്. എടാ നീ പറഞ്ഞിട്ടാണ് ആ ചെക്കൻ ആ വയർമ കിടന്ന് കുത്തിപ്പണതോണ്ടിരിക്കണത്. ആരെങ്കിലും ചെയ്യേണ്ടത്. ഇവിടെ ഉള്ള ആളുമില്ല അവിടെ ഉള്ള ആളുമില്ല. വർക്ക് വട്ടാണവന് ഇപ്പൊ തന്നെ കലവറയിൽ വന്നിട്ട് പാത്രങ്ങളെ തട്ടി പറിച്ചിട്ട് അലമ്പൊക്കെ പണി കിട്ടും അല്ലേ? ആ വന്നല്ല വന്നല്ല എന്റെ പൊന്നു പറഞ്ഞേട്ടാ. ആദ്യം വന്നാരുമല്ലേ കറണ്ട് വന്നാരും പറഞ്ഞാണ്. നീ വിളിച്ചു അശോട്ടാ നമ്മൾ റെഡിയാ എടുക്കാം. പൊളിച്ചടാ കൊള്ളാട്ടാ പൊളിച്ച. നീ ഒരു കാര്യം ചെയ്ത് നീ നിക്ക്. അവര് മറ്റേ ഇലക്ട്രീഷ്യൻ വരട്ടെ, അതുവരെ നീ ഒന്ന് നിക്ക്. ജിമനെ ടേക്ക് പോയാലോ? ടേക്ക് പോ പിന്നെ. All lights.